വെൽക്കം ഓൾ ടു ഷാസ് ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബുക്ക് നോട്ട് ബുക്സ് ഇൻ മൈ റാക്ക് എന്നുള്ളൊരു സെഷനാണ്. അപ്പോൾ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചില പുസ്തകങ്ങൾ നോട്ട് ബുക്സ് ഞാൻ ഡിസൈൻ ചെയ്തത്. സോ ലെറ്റ്സ് ജംപ് ഇൻ. എപ്പോഴും ഒരു നോട്ട് ബുക്ക് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടാണ് നമ്മൾ നോട്ട് ബുക്ക് എടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മളൊരു റാക്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് എപ്പോഴും നമുക്കൊരു ചോദ്യം വരിക. ലൈക്ക് എല്ലാ സ്റ്റോറി ബുക്സ് ആയാലും അതെ, എന്ത് ബുക്സ് ആയാലും അതെ, അതിങ്ങനെ അടക്കി വെക്കുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെയാണ്. അപ്പോൾ ഇത് ഞാനൊരു പെഗ് സ്റ്റാൻഡ് എന്ന് പറയും. പെഗ് സ്റ്റാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ പെഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇത്രയും ബുക്സുകൾ നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ പെഗ് സ്റ്റാൻഡ് ആണ് ഞാൻ പൊതുവേ ഞാൻ സ്റ്റോളിലൊക്കെ യൂസ് ചെയ്യാറ്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചാൽ ഞാൻ എൻ്റെ ഡിസൈൻ ചെയ്ത പുസ്തകങ്ങൾ വെക്കണതും ഇങ്ങനെ ഒരു സ്റ്റാൻഡ്. അപ്പോൾ ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബുക്സ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലുള്ള ബുക്സുകളാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ദ സ്ട്രോബെറി ബേസ് ഉള്ള ഒരു ബുക്കാണ്. യു ക്യാൻ സീ ഇറ്റ് ഈസ് നോട്ട് സ്പൈറൽ ബട്ട് ഇറ്റ് ഈസ് സ്റ്റേപ്പിൾഡ്. ഓക്കെ, നല്ല പുസ്തകമാണ്. ബിക്കോസ് യു ക്യാൻ ഡ്രോ, യു ക്യാൻ റൈറ്റ് എനിത്തിങ്. ഓക്കെ, ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പുസ്തകമാണ്. സ്ട്രോബെറി തീമാണ്. ആൻഡ് ദിസ് ഈസ് $2.99. ഈ പുസ്തകങ്ങളൊക്കെ വിത്ത് സ്റ്റേപ്പിൾ ആൻഡ് ദിസ് ഈസ് ലൈക്ക് 80 ഷീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബുക്ക് 1. ഓക്കെ, പിന്നെ വന്ന പുസ്തകം എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള പക്ഷെ വേറെ ഡിസൈനാണ് മാത്രം. ഇത് ഞാൻ ശരിക്കും പറയാൻ വെച്ചാൽ മാംഗോ തീം എടുത്തിട്ട് അതിൻ്റെ കളർ വെച്ചിട്ട് ഇപ്പം ഞാൻ എൻ്റെ ഈ ഡ്രസ്സിൻ്റെ കളർ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മാംഗോ തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തതാണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ അഗെയിൻ ഇൻ A5 സൈസ്. ഇത് രണ്ടും A5 സൈസിലാണ്. അപ്പോൾ ഇത് ഒരു യെല്ലോ ബ്ലൂ ബേസ്ഡ്. പിന്നെ അതിൻ്റെ തന്നെ ബിക്കോസ് സിൻസ് ഐ കീപ്പ് എവറിത്തിങ് ഇൻ വൺ ഏരിയ, ഞാൻ എല്ലാ പുസ്തകങ്ങളും ഏകദേശം ഞാൻ ഒന്നിച്ച് വെക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചോദിക്കും ഈ പുസ്തകങ്ങളൊക്കെ എവിടെയാണ് വെക്കണത് അല്ലെങ്കിൽ എങ്ങനെയാണ് വെക്കണത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് വെക്കണത്. ബട്ട് ഇറ്റ് ഈസ് ഡിവൈഡഡ്. ഇപ്പോൾ ചില പുസ്തകങ്ങൾ റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെങ്കിൽ അത് ഞാൻ മുകളിൽ വയ്ക്കും. അല്ലാത്തതാണെങ്കിൽ അടിയിൽ. അടിയിലെന്ന് ഉദ്ദേശിക്കണേ നമ്മൾ ഈ ബുക്സ് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരും. പക്ഷെ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ലൈക്ക് ലേറ്റസ്റ്റ് നോട്ട് ബുക്സ് ആണ് ഇത്. അപ്പം ഞാൻ ഈ ബുക്കുകളൊക്കെ ഞാൻ മുകളിലാണ് വെച്ചേക്കുന്നത് ബിക്കോസ് ദീസ് ആർ ന്യൂ വൺസ്. ഓക്കെ, ആൻഡ് ദെൻ ഐ ആം ഇൻട്രൊഡ്യൂസിങ് അനദർ വൺ. ഇത് പൈനാപ്പിൾ തീമാണ്. നമ്മുടെ സ്പൈറലാണത്. ഇവിടെ ഒരു ലോഗോ ഒക്കെ ഉണ്ട്. ഇത് പൈനാപ്പിൾ തീമാണ്. ദിസ് ഇസ് ലൈക്ക് അഗെയിൻ റൂൾഡ് ആണ്. ഓക്കെ, ഇത് 100 ഷീറ്റ്സ് ആണുള്ളത്. ആൻഡ് ദിസ് ഇസ് എൻ A5 സൈസ്. അപ്പോൾ ഇത് പൈനാപ്പിളിൻ്റെ തീമിൽ ചെയ്ത ഒരു ബുക്കാണ്. ഓക്കെ, ഇത് 2 ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചേക്കാൻ ഞാൻ. പിന്നെ ഒന്ന് നമ്മുടെ പീസ് എന്ന് പറയുന്ന ബുക്കാണ്. ഇത് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു തീമാണ് ഇതിനെ കൊടുത്തേക്കുന്നത്. വൈ? ബിക്കോസ് നമ്മൾ രാവിലെ നേരത്തെ എണീറ്റാൽ ഏറ്റവും സൂര്യനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മന്ത്രമുണ്ട്, ഗായത്രി മന്ത്രം. ആ ഗായത്രി മന്ത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ബുക്ക്. അപ്പോൾ ഇതിൽ അതിൻ്റെ മന്ത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. പൊതുവെ ആൾക്കാർക്ക് ചിലവരുണ്ടാവും ഇപ്പോൾ മലയാളം അറിയാത്തവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല, പൊതുവെ നമുക്കിത് ശരിക്കും പറയാൻ വെച്ചാൽ ഇങ്ങനത്തെ ബുക്സുകൾ നമുക്കൊരു സമാധാനം തരിക എന്ന് പറയില്ലേ. എന്തെങ്കിലും ഒരു തോട്ട്സ് ഒക്കെ വന്നത് നമ്മൾക്ക് എഴുതണമെങ്കിൽ ഈ ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആ തോട്ട്സൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം, അഫർമേഷൻസ് എഴുതാം, അങ്ങനെ പലതും നമുക്കിതിൽ എഴുതാം. ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് us lot of joy and of course it is all about you. This is you are reflecting yourself. അല്ലേ?
അപ്പം ഇങ്ങനത്തെ ഒരു ബുക്ക്, ഇത് നോട്ട്ബുക്കാണ് ഇത്, പക്ഷേ ഇങ്ങനെ ഒരു തീമാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഞാൻ പറഞ്ഞ മാതിരി 2-3 ഞാൻ വയ്ക്കും എപ്പോഴും. പിന്നെ നമ്മുടെ ആർപ്പോ അത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ഞാൻ അതിൻ്റെ ജസ്റ്റ് ഇത് കാണിച്ചു തരാമെന്ന് മാത്രം. ഇങ്ങനെ ഇതും കൂടെ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് വെക്കണം തോന്നില്ല, ചിലത് നല്ല ഇതാണെന്ന് തോന്നിയത് നമ്മൾ വെക്കും. പിന്നെ അതൊക്കെ ഞാൻ എക്സ്ട്രാ ഞാൻ വെക്കും. അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കാണിക്കണമെങ്കിൽ. ദിസ് ഈസ് സ്പേസ് അഡ്വെഞ്ചർ. ഇവിടെ സ്പേസ് അഡ്വെഞ്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്, ലൈക്ക് ഫ്രം എർത്ത് ടു സൺ എന്നുള്ളൊരു ഒരു അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ്, എർത്ത് നിന്ന് പ്ലാനറ്റിലേക്ക് പോണ ഒരു അഡ്വെഞ്ചർ ഇഷ്ടമുള്ള ഒരാൾക്കാർക്ക് വേണ്ടി. അപ്പോൾ കുറച്ച് ഫണ്ണായിട്ടുള്ള രീതിയിലാണ്. ഇതിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. യു സ്റ്റാർട്ട് ഓഫ് and you write so many adventures and then you travel to the it's like touchdown എന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ഇത് വരുന്നത്. So I think this is a very unique book because whatever you write, it's like a space shuttle which is starting off from one page and then going down, which is going to the last page. Okay, so അങ്ങനത്തെ ഒരു തീം, അപ്പോൾ സ്പേസ് അഡ്വെഞ്ചർ തീമിലാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ എക്സ്ട്രാ ഞാൻ വയ്ക്കും. പിന്നെ നമ്മുടെ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മഷിപ്പൂ, ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് മഷിപ്പൂ, ഇത് ഇങ്ങനെ ഈ ഒരു ബോർഡറാണ് ഇങ്ങനെ ഇതിനെ ഒരു സെൻറ്റർ പീസാക്കിയിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ദിസ് ഈസ് എ വെരി ഗുഡ് ബുക്ക് ആക്ച്വലി. നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ചെയ്യാം, ഓണമൊക്കെ അല്ലേ വന്നത്, ഗിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. And then one book, this is a very cute book actually. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലോർ വിത്ത് മീ എന്ന് പറഞ്ഞിട്ടൊരു, ഇതിൻ്റെ പേരൊന്നുമില്ല, ക്യാരക്ടറിൻ്റെ പേരൊന്നുമില്ല, പക്ഷെ ഇതാണ് ക്യാരക്ടർ, നമ്മുടെ ആളാണ്. ഈ ആളെ എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ട്രാവൽ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രഷർ എക്സ്പ്ലോർ ഗോട്ട് എ ട്രഷർ മാപ്പ്, ഒരു മാപ്പ് കിട്ടി. ആൻഡ് വാട്ട്സ് നെക്സ്റ്റ്. ഇപ്പോൾ നെക്സ്റ്റ് അറിയണമെങ്കിൽ അടുത്ത നോട്ട്ബുക്ക് മേടിക്കണം. അപ്പോൾ ആക്ച്വലി ദിസ് ഇസ് ദ ഫസ്റ്റ് വേർഷൻ. സോ വെൻ വേർഷൻ 2 comes, I'll let you guys know about it. Okay. So anyways, ട്രഷർ മാപ്പ് കിട്ടിയല്ലോ. അപ്പോൾ ഇനി കുറച്ച് കാലം വേണമല്ലോ അത് എവിടേക്കാണ് എത്തിയെന്നുള്ളത് അറിയാൻ വേണ്ടി. അപ്പോൾ ഇതൊരു ഭയങ്കര കുട്ടികൾക്കൊക്കെ പറ്റിയൊരു ബുക്കാണ് എനിക്ക് ഫീൽ ചെയ്യണേ. എന്ന് വെച്ചാൽ പൊതുവേ ആൾക്കാർക്ക് ഹണ്ടിങ്ങിന് പോവുക അല്ലെങ്കിൽ ട്രഷർ ഹണ്ടിന് പോവുക എന്ന് പറയുമ്പോൾ തന്നെ പൊതുവേ സ്മോൾ പിള്ളേർ മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുക്കാണിത്. സോ അതിൻ്റെ എക്സ്ട്രാ ഞാൻ വയ്ക്കും. ഇതൊക്കെ എക്സ്ട്രാസ് ഇങ്ങനെ ഞാൻ വയ്ക്കും കേട്ടോ. എന്താ വെച്ചാൽ അതിങ്ങനെ ആൾക്കാർ വന്ന് ചോദിക്കണ കാരണം. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഇതൊരു ടെമ്പിൾ ആർട്ട് ഡിസൈനാണ്. ടെമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു, ഈ ടെമ്പിളിലൊക്കെ പല എന്താ പറയുക പൂവുകൾ അല്ലെങ്കിൽ കൺസ്ട്രക്ഷന്, അപ്പോൾ അങ്ങനെ ചിലത് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തൊരു വർക്കാണ്. ദിസ് ഇസ് ലൈക്ക് എ പാറ്റേൺ. ആക്ച്വലി ഇറ്റ് ഇസ് ലൈക്ക് എ കണ്ടിന്യൂസ് പാറ്റേൺ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് കണ്ടിന്യൂസ്, ലൈക്ക് ഇറ്റ്സ് റിപ്പീറ്റഡ്. അപ്പോൾ അതിങ്ങനെ ബാക്കിലേക്കും ഇതേ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് ലാസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണിത്. ഓക്കെ, ഇപ്പം ഇത് ടെമ്പിൾ ആർട്ടാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഡു ലെറ്റ് മീ നോ. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, മേടിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് റാക്സ്, ഈ പെഗ് സ്റ്റാൻഡ് ഒക്കെ യൂസ് ചെയ്യുക ബുക്കൊക്കെ വെക്കാൻ. ഇപ്പോൾ ബുക്കൊന്നും വെക്കാൻ സ്ഥലങ്ങളില്ലെങ്കിൽ യു ക്യാൻ ബൈ ദീസ്. ഇറ്റ്സ് ദെയർ അവൈലബിൾ ഇൻ ആമസോൺ ഓൾസോ. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. സോ ഡു ലെറ്റ് മീ നോ what all notebooks that you want. Order from Usha's Creative Space. Until next time, thank you for joining me in this kutti vlog. Thank you.